രാജാവേ, ഈ കഴുത എപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വന്ന് അവരോട് പറയും ഇവൻ അവരുടെ അച്ഛനാണെന്ന്. എന്നിട്ട് ഇവൻ്റെ കൂടെ വിളിക്കും. ഈ കഴുത പലതവണ ഇതൊക്കെ വന്ന് പറഞ്ഞ് എൻ്റെ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അല്ല, എന്താണ് കഴുതേ? എന്തിനാണ് നീ കുതിരയുടെ കുട്ടികളെ നിന്റെ കൂടെ കൊണ്ടുപോകുന്നത്? സിംഹരാജൻ, എനിക്ക് സ്വന്തമായി ആരുമില്ല. എനിക്ക് ഈ കാട്ടിൽ കൂട്ടുകാരായിട്ടും ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ എന്നും തന്നെ കുതിരയുടെ കുട്ടികളോട് എൻ്റെ കൂടെ കളിക്കാൻ വിളിക്കുന്നത്. നിന്റെ സാഹചര്യം എന്തുമാകട്ടെ, പക്ഷേ ഇങ്ങനെ കള്ളം പറഞ്ഞ് കുട്ടികളെ കൊണ്ടുപോകുന്നത് ശരിയല്ല. ഇനി ഭാവിയിൽ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഈ കാടിന്റെ തടവറയിൽ അടയ്ക്കുന്നതായിരിക്കും. മനസ്സിലായോ? ഷേർസിംഗ് ഒരു പുതിയ രാജാവായിരുന്നു. എല്ലാ മൃഗങ്ങളും അവരവരുടെ പ്രശ്നവും കൊണ്ട് നേരെ ഷേർസിംഗിന്റെ അടുത്തു വരും. ഗർഭിണിയായ ചമേലിയാട് ഭർത്താവ് ഘമരു ആടിന്റെ കൂടെ പുല്ല് തിന്നോണ്ടിരിക്കുകയായിരുന്നു. ജമരു, എന്റെ വയറ് നിറഞ്ഞു, ഞാൻ വീട്ടിൽ പോയിട്ട് വിശ്രമിക്കട്ടെ. ഗർഭിണിയായിരുന്നു. അവളുടെ സ്വന്തം കുടില് വിശ്രമിക്കാൻ പോയി. ജമരു അവിടെ കാട്ടിൽ പുല്ല് തിന്നുകയായിരുന്നു. ചമേലി ഗർഭിണിയാണ്, ഞാനും അവളുടെ കൂടെ പോകേണ്ടതാണ്. ആട് പെട്ടെന്ന് പുല്ല് തിന്നതിന് ശേഷം വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴേക്കും മുമ്പിൽ ചീത്ത പ്രത്യക്ഷപ്പെട്ടു. ഇത് കൊള്ളാലോ, കുറെ ദിവസത്തിന് ശേഷം എനിക്കൊരു ആടിനെ ഇരയായിട്ട് കിട്ടിയിരിക്കുകയാണ്. ഇത് നല്ല രസമായിരിക്കും. ചീറ്റേ, നീ എന്തിനാ ഇവിടെ വന്നത്? നിനക്കറിയില്ലേ ഈ കാട്ടിൽ മറ്റുള്ളവരുടെ സ്ഥലത്തേക്ക് പോകരുതെന്ന്? അറിയാം. അതുകൊണ്ട് പിന്നെന്തിനാ നീ ആടുകളുടെ സ്ഥലത്തേക്ക് വന്നത്? ഞാൻ ഇവിടെ വന്നു, ഈ കാര്യം എനിക്കറിയാം, നിനക്കും അറിയാം. പക്ഷെ സിംഹരാജൻ അറിയില്ല. ഞാൻ നിന്നെ തിന്നുകഴിഞ്ഞാ സിംഹരാജനോട് ഇതാര് പറയും ഞാനിവിടെ വന്ന കാര്യം? കാട്ടിലൊരു നിയമം ഉണ്ടായിരുന്നു. ഒരു മൃഗങ്ങളും ഷേർസിംഗിന്റെ സമ്മതമില്ലാണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോവാൻ പാടില്ലെന്ന്. ഇപ്പൊ ഞാൻ നിന്നെ കൊന്ന് എന്റെ വിശപ്പടക്കുന്നതായിരിക്കും. വിശന്നിരുന്ന ചീത്ത ആടിനെ ആക്രമിക്കും. രക്ഷിക്കൂ, രക്ഷിക്കൂ, ഈ ചീറ്റ എന്നെ കൊല്ലാൻ പോകുന്നേ! ആട് നിലവിളിച്ചോണ്ടേയിരുന്നു. അവന്റെ ശബ്ദം കേട്ട് ചമേലി ആട് വീടിനും പുറത്തു വരും. പക്ഷെ ചീത്ത കഴുത്തിന് കയറി പിടിച്ചിരിക്കുവായിരുന്നു. ഇടാ ദുഷ്ട, എന്റെ ഭർത്താവിനെ വിടടാ, വിട്! അയ്യോ, ഈ ചീത്ത എന്റെ ഭർത്താവിനെ കൊല്ലുവേ, രക്ഷപ്പെടുത്ത്! അവള് പറയുന്നത് കേൾക്കാൻ ആരുമേ ഉണ്ടായിരുന്നില്ല. ചീത്ത അവനെ കൊല്ലാൻ നോക്കുകയായിരുന്നു. അപ്പോഴേക്കും അവിടെ അടുത്തുള്ള ആൾക്കാര് ഓടിയെത്തും. ഏയ് ചീറ്റേ, ആടിനെ വെറുതെ വിട്! മറ്റു മൃഗങ്ങളെ കാണുമ്പോ ചീത്ത പേടിച്ചുപോയി. അവനെ അവിടെ തന്നെ ഇട്ടിട്ട് അവനങ്ങ് പോയി. ബാലു ആടിന്റെ അടുത്ത് പോയി. ഇത് ചത്തുപോയിരിക്കുന്നു. ഇത് കേട്ട് അവൾ ഒരുപാട് കരയും. ജമരു, എണീക്ക്, ചീത്ത എന്റെ ഭർത്താവിനെ കൊന്നു. കരയരുത് സഹോദരി, ആടിനെ കൊന്നതിന് നമ്മൾ എന്തായാലും പ്രതികാരം ചെയ്തിരിക്കും. ചീറ്റ നിങ്ങളുടെ സ്ഥലത്തേക്ക് വന്ന് വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഈ തെറ്റിന് അവൻ എന്തായാലും ശിക്ഷിക്കപ്പെടണം. നമുക്കുടൻ തന്നെ ഇക്കാര്യം സിംഹരാജനെ അറിയിക്കേണ്ടതാണ്. ശരി, വരൂ, എല്ലാവർക്കും സിംഹരാജന്റെ അടുത്തേക്ക് പോകാം. അങ്ങനെ ചമേലി ആടിന്റെ പ്രശ്നവും കൊണ്ട് ഷേർസിംഗിന്റെ അടുത്ത് പോകും. സിംഹരാജൻ, ചീറ്റ കാടിന്റെ നിയമം തെറ്റിച്ചിരിക്കുന്നു, അവൻ ശിക്ഷിക്കപ്പെടണം. സിംഹരാജന്റെ കോടതിയിലാണ് നീതി നടപ്പാക്കുന്നത്. എന്താണ് സംഭവിച്ചെന്ന് പറയൂ. മഹാരാജൻ, ചീറ്റ ഈ പെണ്ണാടിന്റെ ഭർത്താവിനെ കൊന്നിരിക്കുന്നു. മഹാരാജാവേ, ഇതിന് എനിക്ക് നീതി കിട്ടണം. തീർച്ചയായും നിനക്ക് നീതി കിട്ടിയിരിക്കും. ആ ചീറ്റയെ എന്തായാലും ഞാൻ ശിക്ഷിച്ചിരിക്കും. ചീറ്റയെ ഉടൻ തന്നെ ഇവിടെ ഹാജരാക്കുക. ഷേർസിംഗ് പറഞ്ഞ പോലെ ചീത്തയുടെ അടുത്തേക്ക് പോകും. തെറ്റ് ചെയ്ത ചീറ്റേനെ പിടിക്കും. അപ്പോ ചീത്തയുടെ അച്ഛനും അമ്മയും വരും. എന്റെ മോനെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? നിന്റെ മകൻ ഒരാടിനെ കൊന്നിരിക്കുന്നു, അതുകൊണ്ട് അവനെ സിംഹരാജന്റെ സഭയിൽ വെച്ച് ശിക്ഷിക്കാൻ പോവുകയാണ്. ഇല്ല, എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇവൻ ആരെയും കൊന്നിട്ടുണ്ടാവില്ല. നിന്റെ മകൻ ആടിനെ കൊല്ലുന്നത് ഈ കാട്ടിലെ എല്ലാ മൃഗങ്ങളും കണ്ടതാണ്. കുറച്ചേരം കഴിഞ്ഞ് ചീത്തേനെ നേരെ ഷേർസിംഗിന്റെ അടുത്തേക്ക് എത്തിക്കും. മഹാരാജാവ്, എനിക്ക് നീതി വേണം. ഈ ചീത്ത കൊലയാളിയാണ്. ഈ ചീത്ത എന്റെ ഭർത്താവിനെ കൊന്നു. ആട് പറയുന്നത് സത്യമാണ് മഹാരാജൻ. ആടിന്റെ മരണത്തിന് കാരണം ചീറ്റയാണ്. അതെ അതെ, ചീറ്റ ആടിനെ കൊല്ലുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതെ, ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. അവന് തക്കതായ ശിക്ഷ കൊടുക്കണം. മഹാരാജൻ, എല്ലാവരും കള്ളം പറയുകയാണ്. എന്റെ മകൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. നിന്റെ മകൻ ചീറ്റ ഈ കാട്ടിലെ കുറ്റവാളിയാണ്. അവൻ കൊല്ലുന്നത് ഈ കാട്ടുവാസികളെല്ലാം കണ്ടിട്ടുണ്ട്. മഹാരാജൻ, ഞങ്ങൾ വയസ്സരായി. ചീറ്റമോനാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നത്. ഞങ്ങളുടെ അവസ്ഥ മാനിച്ച് അവനെ വെറുതെ വിടണം.
ഇത് സിംഹരാജന്റെ കോടതിയാണ്. വികാരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നീതി നടപ്പാക്കുന്നത്. നിങ്ങളുടെ മകനാണ് ആടിനെ കൊന്നിരിക്കുന്നത്. അതിനാൽ കൊലപാതക കുറ്റത്തിന് ഞാൻ അവനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. തീരുമാനമായതിനു ശേഷം ചീത്തേനെ ശിക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുപോകും. ശിക്ഷയ്ക്ക് ശേഷം ചീത്തയുടെ അമ്മയും അച്ഛനും വിഷമത്തിന്ന് കരകയറിയിട്ടില്ല. എനിക്ക് എന്റെ മോന്റെ ഒരുപാട് ഓർമ്മകൾ വരുന്നു. എനിക്കും അവന്റെ ഓർമ്മകൾ വരുന്നുണ്ട്. പക്ഷേ എന്റെ മകന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുന്നതുവരെ, സിംഹരാജനെ തീർക്കുന്നതുവരെ ഞാൻ വിശ്രമിക്കില്ല. ഒരു ദിവസം രാത്രി മഞ്ജു ചീത്ത അവന്റെ സ്ഥലത്ത് അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുകയായിരുന്നു. സിംഹരാജൻ എന്റെ മകനെ കൊന്നു. അവന്റെ മരണത്തിന് കാരണം ഞാനായിരിക്കും. മഞ്ജു ചീത്ത ഒരു മാനെ ആക്രമിക്കും. എന്നിട്ട് ഷേർ സിംഗിന്റെ മകൻ യുവരാജിന്റെ ഗുഹയുടെ മുമ്പിലിടും. എന്നിട്ട് രാവിലെ ആവുമ്പോ എല്ലാ മൃഗങ്ങളെ അവിടെ വരുത്തിക്കും. യുവരാജിനെ കുറ്റപ്പെടുത്തും. മഹാരാജൻ, എന്റെ മകൻ ഒരു ആടിനെ കൊന്നതിന്റെ കാരണത്താൽ അങ്ങ് അവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇപ്പോൾ അങ്ങയുടെ മകൻ ഒരു മാനിനെ കൊന്നിരിക്കുകയാണ്. പറയൂ, അങ്ങ് അവരെ എന്തു ചെയ്യാൻ പോകുന്നു? യുവരാജനെ കോടതിയിൽ ഹാജരാക്കുക. യുവരാജൻ, നീ ഒരു മാനിനെ കൊന്നതായിട്ട് ആരോപണമുണ്ട്. നീ കുറ്റമേറ്റു പറയുന്നുണ്ടോ? മഹാരാജൻ, ഞാൻ ഇതുവരെ ഒന്നിനെയും കൊന്നിട്ടില്ല. ഞാൻ നിരപരാധിയാണ്. എന്റെ മകനും ഇതേ കാര്യം തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ നിരപരാധിയാണെന്ന്. പക്ഷേ അവനെ ആരും കേൾക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ അങ്ങ് സ്വന്തം മകന്റെ ഊഴമെത്തിയപ്പോൾ നീതി നടപ്പാക്കാതിരിക്കരുത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് സിംഹരാജന്റെ കോടതിയാണ്. ഇവിടെ നീതി മാത്രമേയുള്ളൂ, അത് മകനായാലും അച്ഛനായാലും. ഷേർ സിംഗ് കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും രാജാവിന്റെ ഒരു സഹായകൻ വന്ന് അദ്ദേഹത്തിന്റെ ചെവിയിൽ എന്തോ പറയും. ചീറ്റെ, നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ മകനെ ശിക്ഷിക്കാനുള്ള എന്റെ തീരുമാനം വികാരത്തിൽ നിന്നും ഉണ്ടായതല്ല, അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായത്. ഞാനത് പറഞ്ഞില്ലായിരുന്നു? അതെ, പറഞ്ഞിരുന്നു. അതുകൊണ്ട് തെളിവുണ്ടെങ്കിൽ, യുവരാജൻ കുറ്റവാളിയാണെങ്കിൽ അവന് തീർച്ചയായും ശിക്ഷ ലഭിക്കും. നിന്റെ മകന് കിട്ടിയ അതേ ശിക്ഷ. തെളിവെന്ന് കേൾക്കുമ്പോ ചീത്ത അങ്ങ് പേടിച്ചു പോകും. എന്നിട്ട് ഷേർ സിംഗിനോട് ഒരു കള്ളം പറയും. തെളിവ് ഞാൻ തന്നെയാണ്. ഞാൻ നേരിട്ട് കണ്ടതാണ് യുവരാജൻ മാനിനെ കൊല്ലുന്നത്. ഇത് കേൾക്കുമ്പോ എല്ലാ മൃഗങ്ങളും ഞെട്ടിപ്പോകും. ഷേർ സിംഗ് ആണെങ്കിൽ പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി. ഷേർ സിംഗിന്റെ ചിരി കേട്ട് എല്ലാരും അന്തം വിട്ടു നോക്കി, പ്രത്യേകിച്ചും ചീത്ത. അങ്ങ് എന്താണ് ചിരിക്കുന്നത് മഹാരാജൻ? ചീറ്റേ, ഇത് സിംഹരാജന്റെ കോടതിയാണ്. ഇവിടെ പാല് പാലായും വെള്ളം വെള്ളവുമായി തന്നെ തുടരുന്നു. അങ്ങെന്താണ് പറഞ്ഞു വരുന്നത്? ഇവിടെ ഈ മാനിനെ കൊന്നത് യുവരാജനല്ല, നീയാണ് ചെയ്തത്. ഇത് നുണയാണ്. നിന്റെ മകന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി നീ എന്റെ മകനെ കൊടുക്കാൻ ഗൂഢാലോചന നടത്തി. പക്ഷെ നീ പരാജയപ്പെട്ടു. പരാജയപ്പെട്ടെന്നോ? അതിനർത്ഥം? തെളിവുകൾ ഹാജരാക്കൂ. സഹായകൻ CCTV ഫുട്ടേജ് കൊണ്ടുവരും. എന്നിട്ട് എല്ലാരെയും കാണിക്കുകയും ചെയ്യും. അതിൽ മഞ്ജു ചീത്ത മാനിനെ കൊന്ന് യുവരാജന്റെ ഗുഹയുടെ മുമ്പിൽ ഇട്ടു. തെളിവ് കണ്ടതോടെ മഞ്ജു ചീത്തയുടെ കിളി പറന്നു. വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾ കാരണം ഈ കാടിന്റെ എല്ലാ കോണിലും ഞാൻ CCTV സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ കൊടുക്കാനുള്ള നിന്റെ ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് മാപ്പ് തരൂ മഹാരാജൻ, ഞാൻ വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇത് സിംഹരാജന്റെ കോടതിയാണ്. ഇവിടെ കുറ്റവാളികൾക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കില്ല. കുറ്റവാളികൾക്ക് ശിക്ഷ മാത്രമാണ് കൊടുക്കുന്നത്. മഞ്ജു ചീത്ത മാനെ കൊന്നതുകൊണ്ട് തന്നെ അവന് മരണശിക്ഷയാണ് കിട്ടിയത്. ഷേർ സിംഗിന്റെ ഈ ഒരു കാര്യം കണ്ട് എല്ലാ പ്രാണികളും പറയും, സിംഹരാജൻ വിജയിക്കട്ടെ, സിംഹരാജൻ വിജയിക്കട്ടെ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.